പ്രതിപക്ഷത്തിന്റെ നെറുകെട്ട രാഷ്ട്രീയ പാപ്പരത്തിനെതിരെ തുറവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മാർട്ടിൻ അങ്കമാലി ശബ്ദത്തോട് സംസാരിക്കുന്നു. ഞാൻ വാതക്കാട് ആരോഗ്യ കേന്ദ്രം സബ് സെൻ്ററിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ആനപ്പാറയിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ വ്യാജ വാർത്ത എന്ന് പറയുന്നത് ആനപ്പാറയിൽ പ്രവർത്തിക്കുന്ന വാടകരഹിത കെട്ടിടത്തിൽ നമുക്ക് സൗജന്യമായി കിട്ടിയ വാടകരഹിത കെട്ടിടം, താൽക്കാലിക കെട്ടിടം, ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡ് അഴിച്ചു മാറ്റി എന്നുള്ളതാണ്. ഇത്രയും വ്യാജമായി യാഥാർത്ഥ്യബോധമില്ലാതെ CPM-ഉം CPM-ൻ്റെ മുൻ ജനപ്രതിനിധികളും സംസാരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് ലജ്ജ തോന്നിപ്പോവുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും കർശനമായ നിർദ്ദേശം തന്നു. എന്താണ് നിർദ്ദേശം? മഞ്ഞ കളറിൽ മെറൂൺ കളർ കൊണ്ട് എംബ്ലം പോലും അത് പ്രിൻ്റ് ചെയ്ത് വയ്ക്കാൻ പാടില്ല, അത് വരച്ചു വെക്കണം. അങ്ങനെ വരച്ചു വെക്കണമെന്നുള്ള കർശന നിലപാടുള്ളതുകൊണ്ട് അതിന് ഗ്രേഡിംഗ് നടത്തുന്നതുകൊണ്ട് അതിന് ബ്രാൻഡിങ് നടത്തുന്നതുകൊണ്ട് ആ ബ്രാൻഡിങ് നടത്തുന്നത് സബ് സെൻ്ററിന് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഈ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ഞ കളറിൽ ഈ സർക്കാരിൻ്റെ ഈ എംബ്ലം വെച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും നിർദ്ദേശപ്രകാരം നമ്മൾ ആ നീല കളറിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് മാറ്റി മഞ്ഞ കളറിൽ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് പോലും ഇല്ല എന്നാണ്, ആ ബോർഡ് പോലും അഴിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്ന പരാതി, ഇത്രയും ബാലിശമാവുന്ന, ഇത്രയും ഹീനമായ, ഇത്രയും വ്യാജമായ വാർത്ത ചമയ്ക്കുന്നത് CPM-ൻ്റെ നേതാക്കന്മാരോട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സബ് സെൻ്ററുകൾക്ക് ആവശ്യമായ പൈസ കൊടുക്കുന്ന പണി മാത്രമാണ് പഞ്ചായത്തിനുള്ളത്. സബ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്, 3 സബ് സെൻ്ററുകളും പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. പഞ്ചായത്തുകൾക്ക് ഇവിടെ ഡോക്ടർ വേണമെന്ന് നിർദ്ദേശിക്കാനോ ഇവിടെ ഡോക്ടറെ വെക്കാനുള്ള അധികാരമോ പഞ്ചായത്തുകൾക്കില്ല. പഞ്ചായത്തിന് നേഴ്സിനെ വെക്കാനോ ഇവിടെ പഞ്ചായത്തിന് ഡോക്ടറെ വെക്കാനുള്ള അധികാരമില്ല. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പാണ് ഇതിന് സബ് സെൻ്ററുകളുടെ പ്രവർത്തന ക്രമം നിശ്ചയിക്കുന്നത്. ആ പ്രവർത്തന ഘടനയ്ക്കനുസരിച്ചാണ് 3000-ഓളം വരുന്ന സബ് സെൻ്ററുകൾ കേരളത്തിലെ 1000 ചില്ലാൻ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുറവൂർ പഞ്ചായത്തിന് മാത്രം, ആനപ്പാറയിരിക്കുന്ന വാതക്കാട് സബ് സെൻ്ററിന് മാത്രം ഒരു പ്രത്യേകതയില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ക്രമീകരണം അനുസരിച്ച്, ഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന സബ് സെൻ്ററുകൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടായി എന്ന് CPM-ൻ്റെ നേതാക്കന്മാർ പറയുന്നത് CPM ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയാണ്, സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ തകർച്ചയ്ക്കെതിരെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ വാർത്തകളൊക്കെ അവർ സ്വന്തം കുഴിയിലേക്ക് നയിക്കപ്പെടുന്നതിന് തുല്യമാണ്, വ്യാജമാണ്, നീതിരഹിതമാണ്. അതുകൊണ്ടാണ് ഈ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സബ് സെൻ്ററിൻ്റെ മുമ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജെസി ജോയും അതേപോലെ തന്നെ 2-ാം വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സിൻസി തങ്കച്ചനും ഒരുമിച്ച് ഈ യാഥാർത്ഥ്യം പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമുക്കൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പൗഴപ്പങ്ങിൽ പ്രവർത്തിക്കുന്ന സബ് സെൻ്ററിന് സ്വന്തമായി കെട്ടിടമുണ്ട്. അംഗൻവാടിയുടെ മുകളിലാണ് അത് പ്രവർത്തിക്കുന്നത്. തുറവൂരിലെ ജംഗ്ഷനിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രവുമായി ചുറ്റപ്പെട്ട 5 വാർഡുകളുടെ സബ് സെൻ്റർ നമ്മൾ ഉദ്ഘാടനത്തിന് തയ്യാറായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ നിർമ്മാണം നടത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ OP ബിൽഡിങ്ങും അതേപോലെ തന്നെ മെഡിക്കൽ കോൺഫറൻസ് ഹാളും സബ് സെൻ്ററും നമ്മൾ ഉദ്ഘാടനം ചെയ്ത് അവിടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ മനോഹരമായി കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വ്യാജമായ വാർത്ത സൃഷ്ടിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.